ഏവർക്കും CSEB റാങ്ക് ഹോൾഡറിലേക്ക് സ്വാഗതം. കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും ഞങ്ങളിവിടെ വീഡിയോസായി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് ബാങ്കിങ്ങിലെ പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം. A dash is a bill of exchange drawn on a specified banker and not expressed to be payable otherwise than on demand. ഉത്തരം ചെക്ക്. A check is a bill of exchange drawn on a specified banker and not expressed to be payable otherwise than on demand. രണ്ടാമത്തെ ചോദ്യം. A bill of exchange is an dash order. Answer: unconditional order. A bill of exchange is an unconditional order. മൂന്നാമത്തെ ചോദ്യം. In case of dash crossing, two transfer parallel lines with and co or account payee only will be written on the face of the check. Answer: general crossing. In case of general crossing, two transfer parallel lines with and co or account payee only will be written on the face of the check. ജനറൽ ക്രോസിംഗിൽ ചെക്കിൻ്റെ മുകളിലായി സമാന്തര ലൈനുകൾ വരച്ച് കോ എന്നോ അക്കൗണ്ട് പേയി എന്നോ മാത്രമേ എഴുതുകയുള്ളൂ. ഇതാണ് ജനറൽ ക്രോസിംഗ്. ഇനി നാലാമത്തെ ചോദ്യം. ദി ലീഡ് ബാങ്ക് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. ഉത്തരം 1969. The lead bank scheme was introduced in 1969. അഞ്ചാമത്തെ ചോദ്യം. The BR Act in India was passed in the year. ഉത്തരം 1949. The BR Act in India was passed in the year 1949. ആറാമത്തെ ചോദ്യം. Letter of credit is issued by. ഉത്തരം Importers Bank. Letter of credit is issued by ഇമ്പോർട്ടേഴ്സ് ബാങ്ക്. ഏഴാമത്തെ ചോദ്യം. എ മാർക്കറ്റ് വിച്ച് പ്രൊവൈഡ്സ് ലോങ് ടേം ലോൺസ് ഈസ് കോൾഡ് ഡാഷ് മാർക്കറ്റ്. ഉത്തരം ക്യാപിറ്റൽ മാർക്കറ്റ്. എ മാർക്കറ്റ് ഇൻ വിച്ച് പ്രൊവൈഡ്സ് ലോങ് ടേം ലോൺസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. എട്ടാമത്തെ ചോദ്യം. ബിഫോർ സ്റ്റാർട്ടിംഗ് RBI, ഡാഷ് ബാങ്ക് പെർഫോംസ് ദി ഫങ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ആൻസർ: Imperial Bank. Before starting RBI, Imperial Bank performs the functions of Central Bank of India. ഒമ്പതാമത്തെ ചോദ്യം. Lloyd Bank in India is a dash bank. ഉത്തരം foreign bank. Lloyd Bank in India is a foreign bank. പത്താമത്തെ ചോദ്യം. The lead bank scheme was recommended by dash committee. ഉത്തരം നരിമാൻ കമ്മിറ്റി. The lead bank scheme was recommended by നരിമാൻ കമ്മിറ്റി. പതിനൊന്നാമത്തെ ചോദ്യം. The person to whom the payment is to be made is. ഉത്തരം payee. The person to whom the payment is to be made is payee. ഡാഷ് ഡ്രോസ് എ പ്രോമിസറി നോട്ട്. ഉത്തരം ഡെപ്റ്റർ. ഡെപ്റ്റർ ഡ്രോസ് എ പ്രോമിസറി നോട്ട്. പതിമൂന്നാമത്തെ ചോദ്യം. ഡാഷ് ക്രെഡിറ്റ് കൺട്രോൾ മീൻസ് ടു കൺട്രോൾ ടോട്ടൽ വോളിയം ഓഫ് ക്രെഡിറ്റ് ക്രിയേറ്റഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഉത്തരം ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മീൻസ് ടു കൺട്രോൾ ടോട്ടൽ വോളിയം ഓഫ് ക്രെഡിറ്റ് ക്രിയേറ്റഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. പതിനാലാമത്തെ ചോദ്യം. അനദർ നെയിം ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ഡാഷ് ക്രെഡിറ്റ് കൺട്രോൾ. ഉത്തരം ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. അനദർ നെയിം ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ജനറൽ ക്രെഡിറ്റ് കൺട്രോൾ. പതിനഞ്ചാമത്തെ ചോദ്യം. ഇഫ് ആൻ എക്കോണമി ഈസ് സഫറിംഗ് ഇൻഫ്ലേഷൻ, ബാങ്ക് റേറ്റ് വിൽ ബി റൈസ്ഡ്. ഇഫ് ആൻ എക്കോണമി ഈസ് സഫറിംഗ് ഇൻഫ്ലേഷൻ, ബാങ്ക് റേറ്റ് വിൽ ബി റൈസ്ഡ്. പതിനാറാമത്തെ ചോദ്യം.
6 banks were nationalized in India in ഉത്തരം 15/4/1980. 6 banks were nationalized in India in 15/4/1980. 17ാമത്തെ ചോദ്യം. RBI issues currency notes in dash backing. ഉത്തരം ഗോൾഡ് ബാക്കിംഗ്. RBI issues currency notes in ഗോൾഡ് ബാക്കിംഗ്. 18ാമത്തെ ചോദ്യം. നോട്ട് ഇഷ്യൂ ഓഫ് RBI ഈസ് എ ഡാഷ് ഫംഗ്ഷൻ. ഉത്തരം സെൻട്രൽ ബാങ്കിംഗ് ഫംഗ്ഷൻ. നോട്ട് ഇഷ്യൂ ഓഫ് RBI ഈസ് എ സെൻട്രൽ ബാങ്കിംഗ് ഫംഗ്ഷൻ. 19ാമത്തെ ചോദ്യം. ദി സെൻട്രൽ ബാങ്ക് ഈസ് ഓൾസോ കോൾഡ് ഡാഷ് ബാങ്ക്. ഉത്തരം ബാങ്കേഴ്സ് ബാങ്ക്. ദി സെൻട്രൽ ബാങ്ക് ഈസ് ഓൾസോ കോൾഡ് ബാങ്കേഴ്സ് ബാങ്ക്. 20ാമത്തെ ചോദ്യം. ബാങ്ക് ഈസ് എ ഫാക്ടറി ഓഫ് ഡാഷ്. ഉത്തരം ക്രെഡിറ്റ്. ബാങ്കിങ്ങിലെ പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. പ്രീവിയസ് ചോദ്യങ്ങളും മറ്റ് എല്ലാ ക്ലാസ്സുകൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല നമ്മളുടെ ടെലഗ്രാം പേജിലും അതുപോലെ ഫേസ്ബുക്ക് പേജിലും നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ധാരാളം ചോദ്യങ്ങൾ അവിടെയും ലഭ്യമാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.